ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഹോം ഡെക്കർ ഉണ്ടാക്കിയാലോ, ഒരു ഫ്ലവർ ഫ്രെയിം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒരു പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ കോർണർ ടു കോർണർ ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി അതിൻ്റെ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. രണ്ട് സൈഡിലേക്കുമായിട്ട് പേപ്പർ മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കത് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മാത്രം അതിൻ്റെ ഈക്വൽ ഹാഫായിട്ട് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. എന്നിട്ട് എക്സ്ട്രാ താഴേക്ക് വന്നിരിക്കുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി മടങ്ങിയിരിക്കുന്ന ആ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി അതിലൂടെ തന്നെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സൈഡുകൾ രണ്ടും ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ആണ് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മടക്കുള്ള എല്ലാ ഭാഗങ്ങളും ഒന്ന് നിവർത്തി കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ഇതിലെ ഓരോ പെറ്റൽസും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് ഓരോ പെറ്റൽസിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലവറിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. നമ്മളിപ്പോൾ പ്രസ് ചെയ്തപ്പോൾ ഓരോ പെറ്റൽസിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ലൈൻ വീണിട്ടുണ്ടായിരിക്കും. ആ ലൈനിൽ കൂടെ അതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. മടക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ മടക്കുക. അപ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുക. ഈ ഒരു ഫ്ലവറിൽ 2 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലത്തെ 3 ഫ്ലവേഴ്സ് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. കുറച്ചുകൂടി ഒന്ന് ഭംഗി വരുത്താനായിട്ട് ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ ചെറിയ വൈറ്റ് തെർമോക്കോൾ ബോൾസ് കൂടി നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരേ അളവിൽ ഒരേ ഷേപ്പിലുള്ള 4 ഫ്ലവേഴ്സാണ് കേട്ടോ നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഓരോ കാർഡ്ബോർഡിൻ്റെ പീസസും എത്ര എണ്ണം ഏതൊക്കെ അളവിൽ വേണമെന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ബ്ലാക്ക് കളർ പേപ്പർ എടുക്കാം. 4 ഷീറ്റ് അളവിലുള്ള ബ്ലാക്ക് ഒറിഗാമി പേപ്പർ എടുത്ത് അത് കറക്റ്റ് ഈക്വൽ ഹാഫായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിൽ ഒരു പീസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസസ് ഉണ്ടല്ലോ, അത് ഓരോന്നും ഈ ബ്ലാക്ക് കളർ പേപ്പറിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസസും ഇവിടെ ബ്ലാക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വലിയ കാർഡ്ബോർഡിൻ്റെ പീസ് വൈറ്റ് കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 സൈഡിലുമായിട്ട് ആ ചെറിയ കാർഡ്ബോർഡ് പീസസ് ബോർഡർ ആയിട്ട് ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ ഫ്രെയിമും സെറ്റായി, ഫ്ലവേഴ്സും സെറ്റായി. ഇനി നമുക്കിതിലേക്കുള്ള സ്റ്റെമ്മും ലീവ്സൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് കളർ ഒറിഗാമി പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റിക്കോ പെൻസിലോ ഉപയോഗിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റിക്ക് മാറ്റി അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇതേപോലത്തെ 3 പേപ്പർ സ്റ്റിക്കുകൾ കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഫ്രെയിമിലേക്ക് വെക്കാനായിട്ട് കുറച്ച് കുട്ടി കുട്ടി ഇലകൾ ഉണ്ടാക്കിയെടുക്കണം. അതും നമ്മളിവിടെ ബ്ലാക്ക് കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ബ്ലാക്ക് കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി അതിൻ്റെ മടക്ക് വീണ ഭാഗത്തിലൂടെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരേ സൈസിലും ഷേപ്പിലുള്ള 2 ഇലകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതേ രീതിയിലുള്ള ഒരു 5-6 ഇലകൾ നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാക്കാൻ ആവശ്യമാണ് കേട്ടോ. ഇനി ആ ഇലകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലവേഴ്സ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഫ്രെയിമായി. ഈസി ആയിട്ട് ചെയ്തെടുത്ത ഈ ഒരു ഹോം ഡെക്കർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.